ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മി ആത്മീയതയുടെ 194 സെഷനാണല്ലോ ഇത്. 6-ാം സ്ഥലത്തെക്കുറിച്ചുള്ള 34-ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ 6-ാമത്തെ അധ്യായം പൂർത്തിയാക്കി 7-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. പാപത്തെക്കുറിച്ചുള്ള ദുഃഖവും കർത്താവിൻ്റെ മനുഷ്യത്വത്തിലുള്ള ആശ്രയവും എന്ന ഹെഡിങ്ങാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കുറേ ആത്മീയ അനുഭവങ്ങൾ കഴിഞ്ഞ അധ്യായങ്ങൾ അമ്മത്തശ്ശി പങ്കുവച്ചു. ഇവിടെ ആ അനുഭവങ്ങളുമായിട്ട് പോകുന്നതിനിടയിലും ഒരു വ്യക്തിയുടെ ഉള്ളിൽ തൻ്റെ ജീവിതത്തിലുണ്ടായ പാപങ്ങളെക്കുറിച്ചുള്ള വലിയൊരു വേദനയും നൊമ്പരവും, തമ്പുരാനെ വേദനിപ്പിച്ച് അകന്നു പോയല്ലോ, അവിടുത്തെ അഹിതമായി ജീവിച്ചു പോയല്ലോ എന്നുള്ള നൊമ്പരം നിരന്തരം ഉണ്ടായിരിക്കുമെന്ന് മദ്രസ പറയുന്നു. ഒപ്പം 2-ാമത്തെ കാര്യം അതിഥി പറയുന്നത് ഈശോയുടെ ഭൂമിയിലെ മനുഷ്യാവതാര ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ രംഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ എപ്പോഴും കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കണം. ആകാശത്തിൽ വിമാനം പറന്ന് പോകുമ്പോഴും അതിന് ചക്രം ഉണ്ടായിരിക്കണം. അത് അകത്ത് മടക്കി വെച്ചിരിക്കുകയാണെങ്കിൽ പോലും എപ്പോഴൊക്കെ വിമാനം താഴെ ഇറങ്ങുന്നു അപ്പോഴെല്ലാം ചക്രം വേണം. ആകാശത്ത് പറക്കുമ്പോൾ ചക്ര വീൽ ആവശ്യമില്ല, പക്ഷേ വീൽ അവിടെ വേണം. പറന്നുയരുന്ന വിമാനം ഇനി വീലൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വീൽ രണ്ടും എല്ലാം കൂടെ പറിച്ച് താഴേക്ക് കളഞ്ഞിട്ട് പറക്ക് മാത്രം മതി എന്ന് പറഞ്ഞാൽ ശരിയാവുകയല്ല. കുറച്ച് പറഞ്ഞിട്ട് വിമാനം താഴെ ഇറങ്ങണം. താഴെ ഇറങ്ങാത്തത് ഈ വീല് തന്നെ വേണം, സാധാരണ വണ്ടിക്കുള്ള ചക്രം തന്നെ വേണം എന്ന് പറഞ്ഞൊരു വശയുടെ അമദ്രസ്യ പറയുന്നത് ആത്മീയ ജീവിതത്തിൻ്റെ എന്തുമാത്രം സ്വാഭാവിക അല്ലെങ്കിൽ മിസ്റ്റിക്കലായുള്ള അനുഭവങ്ങളുടെ ആകാശത്തിൽ നമ്മൾ എത്ര പറക്കാൻ ദൈവം അനുവദിച്ചാലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ലാൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ വളരെ സിമ്പിളായിട്ട് തോന്നുന്ന പ്രാഥമികമായ രീതിയിലുള്ള ചിന്തകളും കാര്യങ്ങളും ധ്യാന പരിശ്രമങ്ങളും എല്ലാം ആവശ്യമുണ്ട്. നമുക്ക് ഇവിടെ ആവർത്തിച്ച് പറയുകയാണ് അധ്യായത്തിൽ. 1-ാമത്തെ ഖണ്ഡിക. സഹോദരിമാരെ, ഇത്ര സവിശേഷമായ വിധം നമ്മുടെ കർത്താവിൻ്റെ സൗഹൃദം ശ്രദ്ധിച്ച ആത്മാക്കളുടെ ഭദ്രത അഭംഗമെന്നും അവർ അവിടുത്തെ സായുജ്യ സുഖം സദാ അനുഭവിക്കുമെന്നും അവർക്ക് ആശങ്കയ്ക്ക് വകയോ സ്വന്തം പാപങ്ങളെക്കുറിച്ച് വിലപിക്കേണ്ട ആവശ്യമോ ഇല്ലെന്നുമൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. അപ്പോൾ ഇത്ര കയറി കഴിഞ്ഞാൽ ഇനി വേറെ ഒന്നും വേണ്ട, വിമാനത്തിൻ്റെ ചക്രം വേണ്ട, പറന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ചക്രം എന്താ കളഞ്ഞാൽ എന്ന് ചിന്ത പോലെ മനസ്സ് പറയുകയാണ്. നിങ്ങൾ ഇത്രയോ അനുഭവങ്ങളും ഉണ്ടോ വിദ്യപരി കേട്ട് കഴിയുമ്പം ഇനി മറ്റു കാര്യങ്ങളൊന്നും വേണ്ട, ഇനി ഒന്നും സാധാരണ രീതിയിലുള്ള ചിന്തയും ധ്യാനവും പ്രാർത്ഥന ആവശ്യമില്ല തോന്നിപ്പോയേക്കും. അങ്ങനെയല്ല. ബ്രാക്കറ്റ് പറയാണ്, മേൽപ്പറഞ്ഞ അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടില്ലാത്തവർ ഇപ്രകാരം വിചാരിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. ദൈവത്തിൽ നിന്ന് അവയുടെ അനുഭൂതി സിദ്ധിച്ചവരോ എന്നാൽ ഞാൻ പറയാൻ പോകുന്നത് ഗ്രഹിക്കാതിരിക്കുകയില്ല എന്ന് ബ്രാക്കറ്റ് പറയുകയാണ്. തുടരുകയാണ് മദ്രസ്യ. എന്നാൽ ആ ധാരണ മഹാ അബദ്ധമാണ്. അതായത് ഇനി ആശങ്കയ്ക്കോ സ്വന്തം പാപങ്ങളോ ചിന്തയൊന്നും ഇല്ലാതെ ജീവിക്കാമെന്നുള്ള ചിന്ത അത് അബദ്ധമാണ്. ദൈവത്തിൽ നിന്ന് എന്തുമാത്രം അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നുവോ പാപങ്ങളെക്കുറിച്ചുള്ള ദുഃഖം അത്രയും അധികം വർദ്ധിക്കുകയേ ഉള്ളൂ. യാതൊരു വ്യസനവും സാധ്യമല്ലാത്ത സ്ഥലത്ത് ചേരുന്നവരെ അത് അവസാനിക്കുകയില്ലെന്നാണ് എൻ്റെ പക്ഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുമാത്രം ആത്മീയ അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നുവോ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെക്കുറിച്ചുള്ള ദുഃഖം നമുക്ക് നന്നായിട്ടുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ പൗലോസപ്പസ്തയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും പൗലോസപ്പസ്തോലൻ സ്വർഗത്തിൻ്റെ 3-ാം തട്ട് വരെ ഉയർത്തപ്പെട്ട വ്യക്തിയാണ് 14 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് അപ്പസ്തോലൻ എഴുതുന്നുണ്ട് 2 കൊരിന്ത്യർ 12 ആദ്യ വാക്യങ്ങളിൽ. അദ്ദേഹം ആ അവസ്ഥ തന്നെ പറയുന്നുണ്ട്, ഞാൻ പാപത്തിനിടെ വിളിക്കപ്പെട്ട ജഡികനാണ്, പാപങ്ങളിൽ ഒന്നാമനാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് റോമ 7-ലും 1 തിമോത്തി 1:15 വാക്യങ്ങളൊക്കെ അപ്പസ്തോലൻ പങ്കുവെക്കുന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ തൻ്റെ ജീവിതത്തിലെ പാപങ്ങൾ, കുറവുകൾ, ബലഹീനതകൾ അതേക്കുറിച്ച് നല്ല ബോധ്യം അപ്പസ്തോലനുണ്ടായിരുന്നു. ഇടമയുടെ നല്ല ബോധ്യത്തോടെ പങ്കുവെക്കുന്നുമുണ്ട്. അപ്പോൾ എന്തുമാത്രം ആത്മീയമായിട്ട് നമ്മൾ യഥാർത്ഥത്തിൽ വളരുന്നതിന് നമ്മുടെ ഇല്ലായ്മയെക്കുറിച്ചുള്ള ബോധ്യം, നമ്മൾ കഴിഞ്ഞ ജീവിതകാലത്ത് എന്തുമാത്രം ദൈവത്തെ വേദനിപ്പിച്ചു, കൃപകളെ നഷ്ടപ്പെടുത്തി, അതേക്കുറിച്ചുള്ള വ്യക്തമായ അവബോധം നമുക്കുണ്ടാവും. നമുക്കറിയാം, വൃത്തി അവബോധം കൂടി വരുന്ന അനുസരിച്ചാണ് വൃത്തിയില്ലായ്മയുടെ അവബോധം തെളിഞ്ഞു വരുന്ന ഒരു വ്യക്തിയിൽ ചെറിയ അഴുക്കും പൊടിയും പോലും തിരിച്ചറിയും. അതാണ് വൃത്തി കൂടുമ്പോൾ ഒരു വ്യക്തിയിൽ എന്ന് പറഞ്ഞ പോലെ വിശുദ്ധിയിൽ തെളിയുന്ന അനുസരിച്ച് വിശുദ്ധിയുടെ തിളക്കമില്ലാത്ത കുഞ്ഞു കാര്യങ്ങൾ പോലും തിരിച്ചറിയും. മനസാക്ഷി മൃദുവായി കഴിയുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കണ്ണിനകത്ത് ഒരു കൺപീലി വീണ് കിടന്നാൽ പോലും അത് കിരികിരുത്തിട്ട് നമുക്ക് സഹിക്കാൻ മേല, അത് കളഞ്ഞിട്ടേ പറ്റുള്ളൂ.
കൺപീര് ഇത്ര നിസ്സാരമായ സാന്നിധ്യമാണ്, പേടിക്കാൻ ഒന്നുമില്ല, കണ്ണ് പൊട്ടിപ്പോവുകയോ നമ്മൾ മരിച്ചു പോകുകയോ ഒന്നും ചെയ്യല. പക്ഷെ അത് പറ്റിയല്ല, കാരണം കണ്ണിനകത്തെ കോശങ്ങൾ വളരെ മൃദുവാണ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ മനസ്സാക്ഷി വളരെ മൃദുവായി കഴിയുമ്പം ചെറിയ വീഴ്ചയും പാപം പോലും സഹിക്കാൻ മേലെന്നായി പോകുന്ന വശം അവിടെ ഉണ്ട്. അതിൻ്റെ അല്പം വ്യത്യസ്തമായ വേറൊരു കാഴ്ചപ്പാട് മദ്രസ പറയും. എത്രയോ ആത്മീയമായിട്ട് വളർന്ന വ്യക്തികൾ ഒരുപാട് കുഞ്ഞു പാപങ്ങളെക്കുറിച്ച് പോലും കഴിഞ്ഞ കാലത്തെ വീഴ്ചയെക്കുറിച്ച് പോലും ശരിക്കുള്ള നൊമ്പരം അനുഭവിക്കുന്നവരായിരിക്കും. ഒപ്പം ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കരുതേ എന്നുള്ള വലിയൊരു ആശങ്കയുടെ വശത്തോടെ ഉണ്ടാകും മദ്രസ പറയുകയാണ്. രണ്ടാമത്തെ ഖണ്ഡിക. അപ്പോൾ ഇവിടെ ഒന്നിൻ്റെ അവസാനം, യാതൊരു വ്യസനവും സാധ്യമല്ലാത്ത സ്ഥലത്ത് ചെന്ന് ചേരുന്നത് വരെ അത് അവസാനിക്കുകയില്ലെന്നാണ് എൻ്റെ പക്ഷം. ഏതാണ് ആ സ്ഥലം? മരിച്ച് സ്വർഗത്തിൽ എത്തുക എന്നുള്ളതാണ്. അതാണ് അവിടെ ചെന്ന് അതുവരെ ഈ ഒരു ആശങ്കയും ഒരു അസ്വസ്ഥത ഉണ്ടാവും. ഒരുപക്ഷെ ഇനി 7ാം സദനമാണോ ഉദ്ദേശിക്കുന്നത് അറിഞ്ഞുകൂടാ. 7ാം സദനമാണെങ്കിൽ പോലും 6ഉം 7ഉം മദ്രസ ഒരുപോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ചില അനുഭവങ്ങൾ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും. ഏതായാലും നമ്മുടെ ഭൂമിയിലെ ജീവിതത്തിൻ്റെ അവസാനം വരെയും നമുക്ക് ഈ ഒരു അനുഭവം ഉണ്ടാകുമെന്നാണ് മദ്രസ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ ഖണ്ഡിക. ആ വ്യസനം ചിലപ്പോൾ മറ്റു അവസരങ്ങളിലേക്കാൾ വർദ്ധിക്കുന്നുവെന്നത് വാസ്തവം തന്നെ. അല്ലാത്തവർക്കുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ഈ വ്യസനം ഈ അനുഭവത്തിലേക്ക് വരുന്നവർക്ക് ഉണ്ടാകുമെന്നാണ്. അതിൻ്റെ കാരണം പറഞ്ഞത് തന്നെയാണ്. അതിൽ തരഭേദവും ഉണ്ടായിരിക്കും. പാപം മൂലം അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയല്ല പ്രത്യുത, വളരെയധികം കടപ്പാടുള്ള അവിടുത്തെ നേർക്ക് കാണിച്ചിട്ടുള്ള അളവറ്റ നന്ദിഹീനതയും ശുശ്രൂഷിക്കപ്പെടുവാൻ അവിടത്തേക്കുള്ള അനന്തമായ അർഹതയുമാണ് അവിടെ ചിന്താവിഷയം. അപ്പം ശിക്ഷ കിട്ടുമോ എന്നുള്ള വിഷയമേ ഇല്ല, നരകഭീതി ഇല്ല. ഈ അവസ്ഥ ഇനിയിപ്പം നരകത്തെ പറ്റി ചിന്തയില്ല, നരകത്തിൽ പോവുക എന്ന് ഉറപ്പാണ്. റോമ 8:1 ഇപ്പോൾ യേശുക്രിസ്തുവിൽ ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവധിയില്ല. അങ്ങനത്തെ ഒരു ശിക്ഷയുടെ പേടി അവർക്ക് ഒട്ടും ഉണ്ടാകുന്നില്ല. പക്ഷെ അതല്ല, ഇത്ര വലിയ തമ്പുരാനെ വേദനിപ്പിച്ച് പോയതിൻ്റെ നൊമ്പരമാണ് സഹിക്കാൻ മേലാതെ വരുന്നത്. അവിടുത്തെ വേണ്ട പോലെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, മറുവശത്ത് ശുശ്രൂഷിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു നൊമ്പരം വിഷമാണ് ഇവിടെ വിഷയം. എന്തുകൊണ്ടെന്നാൽ ദൈവം തനിക്ക് വെളിപ്പെടുത്തുന്ന മഹോന്നത രഹസ്യങ്ങൾ വഴി ആത്മാവ് അവിടുത്തെ മഹത്വം വളരെയധികം ഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലോട് തന്നെയാണ് ഒത്തിരി ഗ്രഹിക്കുന്നു. അതനുസരിച്ച് തൻ്റെ ഇല്ലായ്മ തിരിച്ചറിയുകയും ചെയ്യുന്നു. തന്നിമിത്തം എന്തൊരു ഔദ്ധത്യമാണ് സ്വപക്ഷത്ത് നിന്ന് പ്രകടിപ്പിക്കുന്നതെന്ന് വിസ്മയിക്കുകയും അവിടുത്തെ നേരെ പ്രദർശിപ്പിക്കേണ്ട വണക്കത്തിൻ്റെ അഭാവത്തെ അപലപിക്കുകയും ചെയ്യുന്നു. ഞാൻ എത്ര ഔദ്ധത്യത്തോടെ, അഹങ്കാരത്തോടെ, അശ്രദ്ധതയോടെയാണ് തമ്പുരാൻ്റെ മുമ്പിൽ പെരുമാറുന്നത്, അവിടുത്തെ പക്കൽ ചെല്ലുന്നത്, കുദാശകൾ സ്വീകരിക്കുന്ന, ഉദാഹരണത്തിന് കുർബാന സ്വീകരിക്കുന്ന എത്ര അശ്രദ്ധമായിട്ടാണ് അവിടുത്തെ മുമ്പിൽ. എനിക്ക് യാതൊരു സ്നേഹവും ഭക്തിയും ഭയവും അടുപ്പം ഒന്നുമില്ലല്ലോ. മലാഖമാർ പോലും സ്വർഗത്തിൽ കുമ്പിട്ട് ആരായി സാഷ്ടാംഗം പണം വയ്ക്കുന്ന ദൈവം അവിടുത്തെ എനിക്ക് ഭൂമിയിൽ സക്രാരിയിൽ ഞാൻ കുർബാന സ്വീകരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ കിട്ടിയിട്ട് എനിക്കൊരു ബഹുമാനവും ആദരവും ഭക്തിയും തോന്നുന്നത് പോലുമില്ല. എന്തൊരു ചത്ത അവസ്ഥയാണ് എൻ്റെ എന്ന് തിരിച്ചറിയുകയാണ്. അങ്ങനെ ഉണ്ടാകുന്നൊരു നൊമ്പരമാണ്. താൻ അവലംബിച്ച ആസ്പദങ്ങൾ എത്ര നീചമെന്നും നിഷേധിച്ച പ്രാഭം എത്ര മഹോന്നതമെന്നും ഓർക്കുമ്പോൾ അന്തമില്ലാതെ വിലപിച്ച് പോകത്തക്ക വണ്ണം സ്വന്തം മൗഢ്യം അത്ര ദയനീയമെന്ന് അവൾക്ക് ബോധ്യമാകുന്നു. താൻ അവലംബിച്ച ആസ്പദങ്ങൾ, തൻ്റെ ജീവിതത്തിൽ താൻ എന്തിനൊക്കെ വേണ്ടിയാണ് സമയം ചെലവഴിച്ച് എന്തിൻ്റെല്ലാം പുറകെ പോയത്, അത്രയോ നീചമാണ്. ഒരു സഹോദരൻ 1 പറയുന്ന പോലെ ഓരോരുത്തരും പണിയുന്ന എപ്രകാരമെന്ന് സൂക്ഷിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. പുല്ലുകൊണ്ടും വൈക്കോലുകൊണ്ടും തടി കൊണ്ടും മുള കൊണ്ടും ഒക്കെ പണിത് അവസാനം തീരെ കത്തിക്ക് പോവുള്ളൂ. അങ്ങനെ വിലകെട്ട കാര്യങ്ങളിൽ മുഴുകിയും വ്യാപരിച്ചും അങ്ങനെ ജീവിച്ചത് എത്രയോ മൗഢ്യമായി പോയി. താൻ അവലംബിച്ച ആസ്പദം എത്ര നീചമെന്നും അതേസമയം മറുവശത്ത് നിഷേധിച്ച പ്രാഭം എത്ര മഹോന്നതമെന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു, അല്ലെങ്കിൽ വേണ്ട എന്ന് വാഗൊണ്ട് പറഞ്ഞില്ലെങ്കിലും പെരുമാറ്റം കൊണ്ട് അവഗണിച്ച് മാറ്റിവെച്ചു. തമ്പുരാന്റെ സാന്നിധ്യം, വചനത്തിൻ്റെ ആഴങ്ങൾ, ധ്യാനത്തിലായിരിക്കാനുള്ള അവസരങ്ങൾ, അങ്ങനെ ദൈവത്തിൻ്റെ വലിയ പ്രാഭവും തനിക്ക് വേണ്ടി നമുക്ക് വേണ്ടിയിട്ട് ദൈവം തുറന്നു വെച്ചതിനെ അവഗണിച്ചിട്ട് ഈ ചപ്പിൻ്റെയും ചവറിൻ്റെയും പുറകെ പോയി വ്യർത്ഥമായ കാര്യങ്ങൾ മുങ്ങി മുഴുകി ദൈവത്തിൻ്റെ വിലയേറിയ മണിക്കൂറുകളും ദിവസങ്ങളും കാലഘട്ടങ്ങളും നഷ്ടപ്പെടുത്തി കളഞ്ഞതിനെക്കുറിച്ചുള്ള അതിൽ ഓർക്കുമ്പോൾ അന്തമില്ലാതെ വിലപിച്ച് പോകത്തക്ക വണ്ണം സ്വന്തം മൗഢ്യം, ബുദ്ധിശൂന്യത എത്ര ദയനീയമാണെന്ന് അവൾക്ക് ബോധ്യമാകും. ആ വിചാരമാണ് ശ്രദ്ധിക്കുന്ന അനുഗ്രഹങ്ങളുടെ സ്മരണയേക്കാൾ അവിടെ മനസ്സിൽ വളരെയധികം നിലനിൽക്കുന്നത്. ദൈവം തരുന്ന അനുഗ്രഹങ്ങളാണ് പലപ്പോഴും നമ്മളെ നിറയ്ക്കുന്ന മനസ്സിൽ.
ദൈവം ഇന്ന അനുഗ്രഹം തന്നു, എനിക്ക് സന്ദേശം തന്നു, എനിക്കൊരു കൃപ തന്നു, എനിക്ക് വചനം പങ്കുവെക്കാൻ അവസരം തന്നു, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ രോഗശാന്തി ഉണ്ടായി, ഞാൻ സംസാരിച്ചപ്പോൾ അവർക്ക് ആശ്വാസം കിട്ടി, കൗൺസിലിംഗ് കൊടുത്തപ്പോൾ അവർക്ക് വിടുതൽ കിട്ടി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ നമ്മിലൂടെ കിട്ടി എന്നുള്ളതിൻ്റെ ആ ഒരു ഓർമ്മ, അതിൽ സന്തോഷിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പം നമ്മൾ ഇങ്ങനെ ചെയ്ത് അതുവഴി ദൈവത്തിൻ്റെ സ്പർശനം ആൾക്കാർക്ക് കിട്ടി, കൃപകൾ വർഷിക്കപ്പെട്ടു, കൃപകൾ ഓണായി നമ്മുടെ ജീവിതത്തിൽ, അതൊക്കെ എന്ത് സന്തോഷം നമുക്ക് പറയാനും കേൾക്കാനും പറയിപ്പിക്കാനും അങ്ങനെയെല്ലാം. പക്ഷേ അമദാസെ പറയുകയാണ്, അത് നമ്മൾ ഓർമ്മിക്കുന്നില്ല. ഈ അവസ്ഥ വരുമ്പോൾ സിദ്ധിക്കുന്ന അനുഗ്രഹങ്ങളുടെ സ്മരണയേക്കാൾ അവിടെ മനസ്സിൽ വളരെ നിലനിൽക്കുന്നത് ഞാൻ എത്രയോ മൗഢ്യമായിട്ട് പെരുമാറി ബുദ്ധിശൂന്യമായിട്ട് അവിടുത്തെ അവഗണിച്ചുകൊണ്ട് പോയി എന്നുള്ള നൊമ്പരമാണ്. ഇതാണ് നമ്മുടെ ഉള്ളിലേക്ക് തെളിഞ്ഞ് വരേണ്ടത്. ചെയ്ത കാര്യങ്ങൾ, നേടിയ കാര്യങ്ങൾ, അതേക്കുറിച്ച് ഓർത്തുകൊണ്ട് നമ്മൾ ചെല്ലുമ്പം നമ്മൾ മത്തായി 7:24-25 വാക്യം പറയുന്നത്, കർത്താവെ നിന്റെ നാമത്തിൽ ഞങ്ങൾ പിശാചുകളെ ബഹിഷ്കരിച്ചു, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, വചനം പ്രസംഗിച്ചു എന്ന് പറയുമ്പോൾ കർത്താവ് ഞാൻ നിങ്ങളെ അറിയുന്നില്ലല്ലോ. അപ്പം അവരുടെ ഉള്ളിൽ അവർ ചെയ്തിട്ട് ലിസ്റ്റ് കിടക്കുകയാണ്. ലിസ്റ്റുമായിട്ട് വരുമ്പോൾ തമ്പുരാൻ അത് ഓർക്കുന്നില്ല, അവരെ പോലും അറിയുന്നില്ല, പുറത്തു പോകേണ്ടി വരുന്നു. മത്തായി 25 അന്ത്യവിധിയെ പറ്റി പറയുമ്പം നീതിമാന്മാർ വലതുവശത്തേക്ക് വിളിക്കപ്പെടുന്നവർ പറയുന്നത്, കർത്താവ് എപ്പോഴാണ് ഞങ്ങൾ ചെയ്ത് ഓർക്കുന്നില്ലല്ലോ. അപ്പോൾ അവർ ചെയ്ത നന്മകൾ അവർ ഓർമ്മിക്കുന്നേ ഇല്ല. അതാണ് അവരുടെ അവസ്ഥ. അപ്പോൾ ഈ മത്തായി 7-25 തമ്മിലുള്ള ഈ ആൾക്കാർ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മയാണ് നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ നമ്മളത് ഗൗരവത്തോടെ ഞടുക്കത്തോടെ തിരിച്ചറിയണം. ഞാനൊട്ടും ആത്മീയമായിട്ട് വളർന്നിട്ടില്ല, മറിച്ച് അത് വിസ്മരിച്ചേക്കുക. അത് തമ്പുരാൻ ഓർത്തോളും. മത്തായി 25 നീതിമാന്മാർ ഓർക്കുന്നില്ല, വെള്ളം കൊടുത്തത്, ഭക്ഷണം കൊടുത്തത്, വസ്ത്രം കൊടുത്തത് ഒന്നും ഓർമ്മിക്കുന്നില്ല. എല്ലാം കർത്താവിൻ്റെ ലിസ്റ്റിലുണ്ട്, ഒന്നുപോലും അവിടെ നിന്ന് മറന്നു പോയിട്ടില്ല, നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അസമയം ഇപ്പുറത്ത് മത്തായി 7 അവർ ഓർത്തോണ്ടിരിക്കുക, ഞങ്ങൾ ഇന്ന ചെയ്തു, അങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. അത് പറയുമ്പോൾ കർത്താവ് പറയും, ഞാൻ ഓർക്കുന്നില്ലല്ലോ, ഞാൻ അറിയുന്നില്ല, നിങ്ങളെപ്പോലും അറിയുന്നില്ല. അപ്പോൾ ഇത് ഈ ഒരു അന്തരം ആത്മീയമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന മദ്രസകൾ നമുക്ക് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തര സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.